കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുള്ള ലഹരിക്കടത്തിന് പിന്നിൽ മുൻ തടവുകാരെന്ന സൂചന. തടവുകാരെ കാണാൻ സന്ദർശകരായി എത്തി വസ്തുക്കൾ എറിയേണ്ട സമയം സ്ഥലമൊക്കെ ആദ്യം നിശ്ചയിക്കും. ജയിലിനുള്ളിൽ നിന്ന് ഫോണിലൂടെയും പുറത്തേക്ക് വിവരങ്ങൾ കൈമാറും. ജയിലിലെത്തുന്ന ലഹരി മരുന്നുകളും മദ്യവും അകത്ത് വിൽപ്പന നടത്താനും പ്രത്യേക സംഘം കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട് എന്ന് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ വിവരങ്ങൾ ലഭിക്കുന്നു. 24 ബ്രേക്കിംഗ് വാർത്തയുമായി അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് തത്സമയം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ കുറച്ച് അധികം കാലമായി കണ്ണൂർ പോലെയുള്ള സെൻട്രൽ ജയിലുകളിൽ ഈ മയക്കുമരുന്ന് ഉള്ളിലേക്ക് എത്തുന്നു. കണ്ണൂരിൽ മാത്രമല്ല, മറ്റുള്ള ജയിലുകളെക്കുറിച്ചും ഇതേ പരാതിയുണ്ട്. കാരണം ഈ ജയിലിലേക്ക് കടക്കുന്നവർ തന്നെ ഈ സാധനം കരുതി ഉള്ളിലേക്ക് കൊണ്ടുപോവുക, അവിടെ ചില സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു വയ്ക്കുക, ടോയ്ലറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കുക, അത് മറ്റുള്ള തടവുകാരെടുക്കുക, അവരത് വിതരണം ചെയ്യുക. വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ ശൃംഖല പോലും ഈ കണ്ണൂരിലുള്ള സെൻട്രൽ ജയിലുകളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഗുഡ് മോർണിംഗ്. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോണുകൾ, അതോടൊപ്പം തന്നെ ലഹരി മരുന്നുകൾ, പുകയില ഉൽപ്പന്നങ്ങളൊക്കെ എത്തുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒടുവിൽ ഇന്നലെ രാത്രി പോലും വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി എന്നതാണ്. ന്യൂ ബ്ലോക്കിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി എന്ന വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. അതായത് ഈ തടവുകാർക്ക് ജയിലിനകത്ത് സുഖവാസം ലഭിക്കുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ലഹരി മരുന്നുകളും മറ്റും മൊബൈൽ ഫോണുകളൊക്കെ ഈ ജയിലിലേക്ക് സുലഭമായി എത്തുന്നത്? അതേത് വഴിയാണ് എത്തുന്നത് എന്ന ചോദ്യം ഈ പോലീസിനും ജയിൽ അധികൃതർക്കും മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ ഈ മതിലിന് മുകളിലൂടെ എറിഞ്ഞു നൽകുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് ഉണ്ടായിരുന്നില്ല. അത് കൃത്യമായ നിരീക്ഷണം ഉണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു ജയിൽ അധികൃതർ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ മൊബൈൽ ഫോൺ എറിഞ്ഞു നൽകുന്നതിനിടെ പിടിയിലായ പനങ്കാവ് സ്വദേശി അക്ഷയിലൂടെയാണ് അതിശയിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒടുവിലായി ലഭിക്കുന്നത്, അതായത് അക്ഷയ് റിമാൻഡിലായി അതിനുശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി അക്ഷയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തു. ജയിലിലെത്തിച്ച് തെളിവെടുപ്പും പൂർത്തീകരിച്ചു. ഈ ചോദ്യം ചെയ്യലിലാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ ജയിലിലേക്കുള്ള ലഹരിക്കടത്തിന് നേതൃത്വം നൽകുന്നത് ഗുണ്ടാ സംഘങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുൻ തടവുകാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നതാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമായിട്ടുള്ളത്. അതിൻ്റെ ഒരു രീതി കൂടി ഇപ്പോൾ അക്ഷയിൽ നിന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇതിന് പുറത്ത് വലിയ സംഘം, അതായത് ജയിലിന് പുറത്ത് ഈ മുൻ തടവുകാരായിട്ടുള്ള അവരുടെ നേതൃത്വത്തിൽ വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ ഇതിന് കൂലി നൽകി ഇത് എറിഞ്ഞു നൽകുന്ന ചില ഈ അക്ഷയ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.